ഹജ്ജിന്റെ മുഴുവൻ കർമ്മങ്ങളും അവസാനിച്ചതോടെ വ്യാഴാഴ്ച മുതൽ ഹാജിമാരുടെ നാട്ടിലേക്കുള്ള മടക്കയാത്ര ആരംഭിക്കും. മിനായിൽ നിന്ന് ഇന്ത്യൻ ഹാജിമാർ ഇന്നലെ താമസ സ്ഥലത്തേക്ക് തിരിച്ചെത്തി. മലയാളി ഹാജിമാർ 8 ദിനങ്ങളിലെ മദീന സന്ദർശനം പൂർത്തിയാക്കിയാകും മടങ്ങുക. 6 ദിവസം നീണ്ട ഹജ്ജ് കർമ്മങ്ങൾക്കാണ് ഇന്നലെ സമാപനമായത്. ഇന്ത്യയിൽ നിന്നുള്ള ഭൂരിഭാഗം ഹാജിമാർ ഇന്നലെ തന്നെ മടങ്ങിയിരുന്നു. എന്നാൽ മലയാളി തീർത്ഥാടകർ ഇന്നാണ് തിരിച്ചെത്തിയത്. ഹജ്ജ് ദിനങ്ങൾക്കായി ഒരുക്കിയ സൗകര്യങ്ങൾ ഇത്തവണ ഏറെ മികച്ചതായിരുന്നു. മിനായിൽ നിന്ന് വിട പറയുമ്പോൾ തൃപ്തിയോടെയാണ് ഓരോ ഹാജിമാരും മടങ്ങുന്നത്. ഇനി മടക്കയാത്രയുടെ നാളുകളാണ്. കഅബയിലേക്കുള്ള യാത്ര പറഞ്ഞുള്ള ത്വവാഫ് മാത്രമാണ് ഇനി ബാക്കി. ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരുടെ മടക്കയാത്ര വ്യാഴാഴ്ച ആരംഭിക്കും. മദീന സന്ദർശനത്തിനും അതേ ദിവസം തന്നെ ആദ്യ സംഘം ഹാജിമാർ പുറപ്പെടും. മദീനയിൽ 8 ദിവസം ദർശനം നടത്തിയാകും ഹാജിമാരുടെ നാട്ടിലേക്കുള്ള മടക്കം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഹജ്ജിനൊരുക്കിയ മികച്ച സൗകര്യങ്ങൾ തീർത്ഥാടകർക്ക് ഇത്തവണ തുണയായി. സംതൃപ്തിയോടെയാണ് ഓരോ തീർത്ഥാടകരും മിനായോട് വിട പറഞ്ഞത്. വിവിധ അറബ് രാജ്യങ്ങളിലെ നേതാക്കൾ ഹജ്ജ് വിജയത്തെ പ്രശംസിച്ച് രംഗത്തെത്തിയിരുന്നു. കടുത്ത നിയന്ത്രണങ്ങളും മികച്ച സൗകര്യങ്ങളും ഇത്തവണത്തെ ഹജ്ജിൻ്റെ പ്രത്യേകതയായിരുന്നു. മിനയിൽ നിന്ന് മടങ്ങുമ്പോൾ ഓരോ ഹാജിക്ക് പറയാനുള്ളതും ഇതുതന്നെയാണ്. 1.5 മാസത്തോളം നീണ്ട നിയന്ത്രണങ്ങൾ. ഇതോടെ മക്കയിലെ തെരുവുകളും ഹജ്ജ് ദിനങ്ങളിലെ പുണ്യസ്ഥലങ്ങളും ഒഴിഞ്ഞിരുന്നു തീർത്ഥാടകരുടെ യാത്ര എളുപ്പമാക്കി. സേവനങ്ങളെല്ലാം തീർത്ഥാടകർക്ക് പൂർണ്ണമായി ലഭിച്ചു. പ്രയാസം ഏതുമില്ലാതെ ഹജ്ജ് അവസാനിപ്പിച്ച സംതൃപ്തിയിലാണ് ഹാജിമാർ. 1.5 ലക്ഷത്തോളം സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് 6 ദിവസം നീണ്ട ഹജ്ജ് കർമ്മങ്ങൾക്ക് കാവലിരുന്നത്. പൂർണ്ണതയിൽ കർമ്മങ്ങൾ പൂർത്തിയാക്കി പാപമുക്തരായാണ് ഓരോ ഹാജിയും മടങ്ങുന്നത്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.